നിഷേ ദേ വരുന്നു, ചായ എടുക്കുക. നീ ഒന്ന് വന്നേ. ഓരോന്നുണ്ടാക്കി വെച്ചോളൂ. ഇതെന്തോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു മൈ തണുത്ത് മരവിച്ച പോലെ. ഞാൻ ചൂടുപാത്രത്തിൽ വെച്ചാണല്ലോ. എന്നിട്ടാണോ ഇങ്ങനെ? ഇത് ചൂടുണ്ടല്ലോ. ഇതിനൊപ്പില്ലല്ലോ. മോനിപ്പോ കഴിച്ചാണല്ലോ. അവനെന്തറിയാം? അവനാണോ തീരുമാനിക്കുന്നത്? ഓരോന്നിനെ കാലത്തന്നെ ഉണ്ടാക്കി വെച്ചോളൂ. ഇതിന് ഉപ്പുണ്ടല്ലോ. നീ തന്നെ കഴിച്ചോ? ചേട്ടാ ചേട്ടാ, ഞാൻ എന്ത് ചെയ്താലും ചേട്ടൻ കുറ്റം പറയും. ചേട്ടന് എന്താ ഇങ്ങനെ? എന്നോട് അല്പം സ്നേഹം കാണിച്ചൂടെ? നിനക്കൂടെ വേറെ പണി? ആകുള്ള പണിയൊക്കെ മര്യാദയ്ക്ക് ചെയ്തൂടെ? എന്താ മോനെ, പണി കഴിഞ്ഞില്ലേ? ഇല്ലേ ചേച്ചി, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇതെന്നൊന്നും അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? സാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? തനിക്കൂടെ വേറെന്താ പണി? സാർ ആകെയുള്ള ഈ പണികളൊന്നും മര്യാദയ്ക്ക് ചെയ്തൂടെ? സാർ അത് എന്തേ? സാറേ സാർ പോടോ സാർ. തന്നെയൊക്കെ കാത്തിരുന്ന എന്നെ വേണം പറയാൻ. എന്തു പറ്റി? സാരഥ ദേഷ്യപ്പെട്ടല്ലോ. എന്തു പറയാനാ ചേച്ചി? എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു നല്ല വാക്ക് പ്രതീക്ഷിച്ച ചെന്നേ. അതങ്ങനെയാ മോനെ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ വൈകും. കാലം അതാ. ഞാൻ എന്ത് ചെയ്താലും ചേട്ടൻ കുറ്റം പറയും. ചേട്ടന് എന്താ ഇങ്ങനെ? എന്നോട് അല്പം സ്നേഹം കാണിച്ചൂടെ? അപകടനയുടെ ലോകത്ത് ജീവിക്കുന്നവരുടെ അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ളവർക്ക് അവരുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകി. മാപ്പ്.